ഏർപ്പെട്ട ശേഷമാണ് ആതിരയെ കൊലപ്പെടുത്തിയതെന്ന് ജോൺസൺ പോലീസിനോട് പറഞ്ഞു. ഷട്ടിൽ ചോര പുരണ്ടതിനാൽ ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ച ശേഷമാണ് മടങ്ങിയതെന്നും മൊഴിയിലുണ്ട്. നമ്മൾ കുറച്ച് ദിവസമായിട്ടേ നമ്മുടെ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിച്ചൊരു കൊലപാതകമായിരുന്നു ആതിരയുടെ കൊലപാതകം. തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്ത് കഠിനംകുളം എന്ന് പറയുന്ന പ്രദേശത്താണ് പട്ടാപ്പകൽ ഈ കൊലപാതകം നടക്കുന്നത്. പൂജാരിയായ ഭർത്താവും മകനുമൊത്ത് താമസിക്കുന്ന പാവം വീട്ടമ്മ. അതാണ് ആതിരയെ പറ്റിയുള്ള നാട്ടുകാരുടെ ചിന്താഗതി. രാവിലെ ഭർത്താവ് പൂജയ്ക്ക് പോകുന്നു, മകനെ സ്കൂളിലേക്ക് ഒരുക്കി വിട്ടതിന് ശേഷം ഭാര്യ വീട്ടിൽ കയറി കതകടയ്ക്കുന്നു. ഇതായിരുന്നു അവരുടെ ലോകം. പക്ഷേ ഈ അടച്ചിട്ട കതവിന് വേറെ പലതും സംഭവിച്ചത് നാട്ടുകാർ ഈ കൊലപാതകത്തിന് ശേഷമാണ് തിരിച്ചറിയുന്നത്. നാട്ടുകാർ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു ആതിര ഉണ്ടോ എന്ന് അവർ ചിന്തിച്ചു. ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന ആതിര. കാരണം രാവിലെ ഭർത്താവ് പൂജയ്ക്കും പോയി, മകന് സ്കൂളിലും പോയതിന് ശേഷം കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആതിര പെട്ടെന്ന് മാറും. അവിടെയാണ് ജോൺസൺ എന്ന് പറയുന്ന ആളിനെ പരിചയപ്പെടുന്നത്. തൻ്റെ ഏകാന്തമായ ജീവിതത്തിനിടയിലേക്ക് ജോൺസൺ ഒരു വേഴാമ്പലിനെ പോലെ കടന്നു വന്നു, അല്ലെങ്കിൽ ഒരു മന്ദമാരുതനെ പോലെ കടന്നു വരും. ഇങ്ങനെയുള്ളവരുടെ ശീലം അങ്ങനെയാണ്. ഇങ്ങനെയുള്ള ജോൺസണെ പോലുള്ള സൈക്കുകൾ ഇങ്ങനെയാണ്. ഈ സ്ത്രീകൾ എവിടെ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നു അവിടേക്ക് ഞാൻ ഉണ്ട് എന്ന് സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ ഇടിച്ചു കയറുകയായി. ഈ പാവം പിടിച്ച സ്ത്രീ അതിനങ്ങ് വഴിപ്പെട്ടു. അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് നീക്കേണ്ടിയിരിക്കുന്ന ഇടയിലാണ് ജോൺസണ് എറണാകുളത്ത് ഭാര്യയുണ്ട്. ഭാര്യയുമായിട്ട് അകന്ന് ഇരിക്കുന്ന ജോൺസൺ ആതിര തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് ഒരു നിമിഷം പറഞ്ഞു കഴിഞ്ഞപ്പം ആതിര ഞെട്ടിപ്പോയി. കാരണം അവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തൻ്റെ ഭർത്താവിനെയും മകനെയും പിരിഞ്ഞ് ഇവനോടൊപ്പം പോകണം എന്നുള്ളത്. താൻ ഒരു ട്രാപ്പിലാണ് വീണതെന്ന് ആതിര പെട്ടെന്ന് മനസ്സിലാകും. പിന്നെ അതിനെപ്പറ്റിയുള്ള തർക്കമായി. അവസാനം പൂജാരിയായ ഭർത്താവ് രാജേഷിനോട് ഈ വിവരം അവൾ പറയും. അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയും. ഒരാൾ എന്നെ നിരന്തരമായി ശല്യപ്പെടുത്തുന്നു എന്ന് ഭർത്താവിനോട് പറയുകയും ഭർത്താവ് പറഞ്ഞു എന്നാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാം എന്ന് പാവം ഭർത്താവ് പറയും. പുള്ളിക്ക് ദൈവചിന്തയിൽ ഇങ്ങനെ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിയമത്തിൻ്റെ വശമല്ലേ പുള്ളിക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. പുള്ളി അത് പറഞ്ഞെങ്കിലും ആതിര ഒരിക്കലും സമ്മതിച്ചില്ല. ഇത് പുറത്ത് പറയുകയാണെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യും എന്ന് ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുന്നു. പാവം ഭർത്താവ് ആതിരയുടെ ഭീഷണിയിൽ വഴങ്ങുന്നു. പിന്നെ ഇതിനെപ്പറ്റി യാതൊരു വിവരവും അല്ലാതെ ഈ ഭർത്താവിന് ജോൺസനെ തിരക്കി പോകാനോ അവനോട് പ്രതികാരം ചെയ്യാനോ അവനോട് ചോദിക്കാനോ ഒന്നും കഴിവില്ലാത്ത ഒരു ഭർത്താവായിരുന്നു രാജേഷ് എന്ന് പറയുന്ന പൂജാരി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോൺസൺ കഠിനംകുളത്തിനടുത്ത് തന്നെ ഒരു ലോഡ്ജ് റൂം എടുത്ത് താമസിക്കും. ആതിര ഭർത്താവും കുട്ടിയും പോയതിന് ശേഷം ജോൺസണുമായി നിരന്തരം ബന്ധത്തിലേർപ്പെടും. അവിടുന്ന് ആഹാരം കഴിക്കുന്നു, ചായ കുടിക്കുന്നു. പക്ഷേ അതിലും രസകരമായ സംഭവം എന്ന് പറയുന്ന ഈ വീടിന് തൊട്ടടുത്ത് തന്നെ അനേകം കടകളുമൊക്കെ ആയിട്ട് ഒരു ബഹളമയമായൊരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഈ നാട്ടുകാരും അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. നാട്ടുകാരെ സംബന്ധിച്ച് ആതിര ഒരു അടക്കവും ഒതുക്കവും ഉള്ള ഒരു കുടുംബിനിയായിട്ടാണ് പൊതുവെ നാട്ടുകാർ കരുതിപ്പോകുന്നത്. ഭാര്യയും ഭർത്താവും മകനും മാത്രമാണ് അവളുടെ ലോകം എന്നാണ് അവർ കരുതിയത്. അവർ അറിയുന്നില്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മായാലോകം അവൾ കതകിന് കീഴിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒരിക്കലും കണ്ടെത്താനും നമുക്കും പറ്റില്ല. കാരണം നമ്മുടെ വീട്ടിൽ അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് മാറി. കാരണം സോഷ്യൽ മീഡിയ വിരൽത്തുമ്പത്ത്, ഓരോ മനുഷ്യൻ്റെയും വിരൽത്തുമ്പ് എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത് ആ കാണുന്നവൻ്റെ അവസ്ഥയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു 16-കാരിയായ യുവതി പ്രസവിച്ച കാര്യം. കാരണക്കാരൻ 13-കാരനായ സഹോദരനാണെന്ന് പറഞ്ഞു. അതും ഞെട്ടലുണ്ടാക്കി. അതാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച്, ഫോണുകളെ സംബന്ധിച്ച് ഒത്തിരി നേട്ടങ്ങളുണ്ടെങ്കിലും ഒത്തിരി കോട്ടങ്ങളുമുണ്ട്. അത് അറിഞ്ഞ് അതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ
നമുക്ക് ശരിയാവത്തുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ജോൺസൺ തുടർച്ചയായിട്ട് നമ്മൾ കഥയിൽ നിന്ന് മാറിപ്പോയി അല്ലേ. ജോൺസന്റെ ആതിരയുടെയും കഥ പറഞ്ഞു കഴിയുമ്പം അതിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് പെട്ടെന്ന് തന്നെ മാറി. അതാണ് ഇതിൻ്റെ ഉള്ളൊരു പ്രത്യേകത. എന്നാൽ നമുക്ക് കഥയിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ജോൺസൺ പലപ്പോഴും ആതിരയുമായിട്ട് ഇറങ്ങി വരണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആതിര അതിന് ഒരിക്കലും സമ്മതിച്ചില്ല. അന്നും പതുപോലെ ജോൺസൺ ഒരു കത്തിയുമായിട്ട് നടന്നു വരുന്നതായി CCTV ദൃശ്യങ്ങളിൽ കാണാം. മകനെ സ്കൂളിൽ വിടുന്നിടം വരെ ജോൺസൺ എവിടെയോ ഒളിച്ചിരുന്നു. അതിനുശേഷം കത്തി ബെഡിൻ്റെ താഴെ ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം ഇവർ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. ഇതിനിടയിൽ വാക്കുതർക്കം ഉണ്ടായി. ജോൺസൺ ആതിരയെ കുത്തിക്കൊലപ്പെടുത്തുന്നു. രക്തം പുറന്ന ഷർട്ടിന് പകരം ആതിരയുടെ ഭർത്താവിൻ്റെ വേറെ ഒരു ഷർട്ട് എടുത്ത് ധരിച്ച് ആതിരയുടെ വണ്ടിയിൽ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടുന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയ വിവരം, അല്ലെങ്കിൽ ജോൺസൺ പറഞ്ഞ കഥ. അതിനിടയിൽ ജോൺസൺ ഹോം നേഴ്സായിട്ട് ജോലി നോക്കുന്ന കോട്ടയത്ത് കുറിച്ചി എന്ന് പറയുന്ന പ്രദേശത്തെ വീട്ടമ്മയ്ക്ക് ജോൺസൺ ആണ് ഈ കൊലപാതകത്തിന് കാരണക്കാരൻ എന്ന് പത്രമാധ്യമങ്ങളിലൂടെയും TV ചാനലിലൂടെയൊക്കെ മനസ്സിലാക്കി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കും. താൻ പിടിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ ജോൺസൺ ആ സമയം വിഷം കഴിക്കും. പോലീസ് എത്തി ജോൺസനെ അറസ്റ്റ് ചെയ്തപ്പം താൻ വിഷം കഴിച്ച കാര്യം ജോൺസൺ പോലീസിനോട് പറയുകയും പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ജോൺസണെയാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സംഭവം എങ്ങനെ ഉണ്ടായി എന്ന് ജോൺസണോട് പറഞ്ഞപ്പോൾ ജോൺസൺ കൊടുത്ത മൊഴിയാണ് നമ്മളെ വീണ്ടും ഞെട്ടിപ്പിച്ചത്. നമുക്ക് അതൊന്ന് കേൾക്കാം. തിരുവനന്തപുരം കഠിനംകുളം കൊലപാതകത്തിൽ പ്രതി ജോൺസൺ ഔസേപ്പിന്റെ നടുക്കുന്ന മൊഴി പുറത്ത്. ലൈംഗിക ബന്ധത്തിന് ഏർപ്പെട്ട ശേഷമാണ് ആതിരയെ കൊലപ്പെടുത്തിയതെന്ന് ജോൺസൺ പോലീസിനോട് പറഞ്ഞു. ഷർട്ടിൽ ചോര പുരണ്ടതിനാൽ ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ച ശേഷമാണ് മടങ്ങിയതെന്നും മൊഴിയിലുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, നിരന്തരം സാമ്പത്തിക ചൂഷണം നടത്തിയിരുന്നു, നേരത്തെ തന്നെ വ്യക്തമായതാണ്. ഈ കൊല്ലുന്നതിന് ദിവസങ്ങൾക്ക് മുൻപും പണം വാങ്ങിയിരുന്നു. സകലവിധമായ ചൂഷണങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് കുത്തിക്കൊന്നത് എന്നല്ലേ കുറൂരിന്റെ മൊഴി? അജീഷ്. ആശ്മി, അങ്ങനെയാണ് ഈ ജോൺസൺ ഔസേപ്പ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് ഇയാളെ കോട്ടയം കുറിച്ചിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ചിങ്ങവനം പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാൾ കഴിഞ്ഞ ഒരു മാസം, അതായത് ജനുവരി 7 വരെ ഈ കോട്ടയത്തുള്ള ഈ വീട്ടിലായിരുന്നു ഹോം നേഴ്സായി ജോലി ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഇയാൾ പെരുമാതുറയിൽ എത്തുന്നത്. ഈ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പെരുമാതുറയിൽ ഒരു ലോഡ്ജിൽ മുറിയെടുക്കുന്നു. അതിനുശേഷം ഈ ചൊവ്വാഴ്ച കൊലപാതകം നടന്ന ദിവസം രാവിലെ ആതിര വിളിച്ചതനുസരിച്ചിട്ടാണ് ഇയാൾ ഈ വീട്ടിലേക്ക് പോകുന്നത്. ബൈക്കില്ലായിരുന്നു, അതുകൊണ്ട് നടന്നാണ് രാവിലെ 6:30 ഇയാൾ കത്തിയുമായി പോയത്. ഈ പോയതിനു ശേഷം ഈ വീടിന്റെ പരിസരത്ത് തന്നെ പതുങ്ങി നിൽക്കുന്നു. 8:30 ആതിരയുടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ ആതിര സ്കൂൾ ബസ് കയറ്റി വിടുന്നു. അതിനുശേഷമാണ് ഈ മുൻവശത്ത് കൂടി തന്നെ അകത്തേക്ക് കയറുന്നത്. അകത്തേക്ക് കയറിയതിനു ശേഷം ആതിര കുടിക്കാൻ ചായ ഇട്ട് കൊടുക്കുന്നു. ഈ സമയം അടുക്കളയിൽ പോയ സമയം കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. പിന്നീട് ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷമുണ്ടായ ഒരു തർക്കത്തിലാണ് ആതിരയെ കൊലപ്പെടുത്തിയതെന്നാണ് ജോൺസൺ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ കൊലപാതകം നടന്ന സമയത്ത് ഈ ജോൺസൺ ഉപയോഗിച്ചിരുന്ന ഷർട്ടിലും ചോര പുരണ്ടിരുന്നു. ആ ഷർട്ട് ജോൺസൺ കൈക്കലാക്കി മാറ്റിയിട്ട് ഭർത്താവ് രാജീവിന്റെ, ആതിരയുടെ ഭർത്താവ് രാജീവിന്റെ മറ്റൊരു ഷർട്ട് എടുത്തിട്ടുകൊണ്ടാണ് ഇയാൾ പുറത്തേക്ക് പോകുന്നത്. 9:30 മുമ്പ് ഇയാൾ ആതിരയുടെ സ്കൂട്ടറുമായി ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ഇയാൾ പല സ്ഥലങ്ങളിലും ഒളിവിൽ കഴിഞ്ഞിരുന്നതായാണ് പോലീസ് പറയുന്നത്. ഈ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി ഇയാൾ പെരുമാതുറയിലെ ലോഡ്ജ് മുറിയിൽ ഇയാളുടെ ഒരു ID കാർഡ് ഉപേക്ഷിച്ചിരുന്നു. അത് എറണാകുളത്തെ ഇയാളുടെ വിലാസമുള്ള ഒരു ID കാർഡായിരുന്നു ഉപേക്ഷിച്ചിരുന്നത്. അതിനുശേഷമാണ് പോലീസ് ഇയാളെ കണ്ടെത്തുന്നത്. ഇപ്പോൾ പ്രാഥമികമായി മൊഴിയെടുത്തതും ഇപ്പോൾ ആരോഗ്യനില മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് തന്നെ കഠിനകുളത്തെത്തി വിശദമായി ചോദ്യം ചെയ്യും. ഇപ്പം ജോൺസന്റെ മൊഴി പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ആതിരയെ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. അപ്പം പലപ്പോഴായി ജോൺസൺ ആതിരയെ ഭീഷണിപ്പെടുത്തി സാമ്പത്തിക സഹായം മേടിച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസവും 2500 രൂപ ജോൺസൺ ആതിരയിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഈ സോഷ്യൽ മീഡിയയുടെ ലോകം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മായാ ലോകമാണ്. അതിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് ഈ ചതിക്കുഴികൾ പലതുമുണ്ട്. അവിടേക്ക് ചെന്നെത്തുന്നത് എനിക്ക് തോന്നുന്നു കൂടുതൽ സ്ത്രീകളാണ് എന്ന് തോന്നുന്നു ചതിക്കുഴികളിൽ ചെന്ന് പെടുന്നത്. കാരണം മക്കളും
ഭർത്താവും ഒക്കെ ജോലിക്കും സ്കൂളിലും ഒക്കെ പോയതിന് ശേഷം ഇവരെ ഒറ്റയ്ക്കാവുന്നു. അവിടെയാണ് ഈ സോഷ്യൽ മീഡിയയിലെ ഈ ജോൺസണെ പോലുള്ള ഫൈക്കോകൾ അല്ലെങ്കിൽ കാമപ്രാന്തന്മാർ ഇവരെ വല വെച്ച് പിടിക്കുന്നത്. പെട്ടെന്ന് ഇവരിതിലേക്ക് വീഴുന്നു. തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹം, ലാളന, സ്നേഹം, എന്താ പറയുന്നത്, ഇതൊക്കെ ഈ വരുന്ന വ്യക്തിയുടെ നിന്ന് കിട്ടി കഴിയുമ്പോൾ അവൾ പെട്ടെന്ന് മയങ്ങിപ്പോകുന്നു ഉള്ളതാണ് അറിയുന്നത്. പിന്നെ അവസാനം ഭീഷണിയുടെ ഫലമാവും ഒക്കെ ആയിക്കഴിയുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത്, ഇതിൽ ഞാൻ പെട്ടുപോയി, ഇനി എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. അതൊന്നുകിൽ ഒരു കൊലപാതകത്തിലേക്ക് കലാശിക്കും, അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലേക്ക് കലാശിക്കും, അല്ലെങ്കിൽ മാനസികമായിട്ട് എല്ലാം തകർന്ന് അവളിങ്ങനെ ഒതുങ്ങിക്കൂടും. എത്രയോ ആതിരമാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടെന്നറിയാം. നമുക്ക് മനസ്സിലാവാത്തതാണ്. ഒരു കൊലപാതകം നടന്നു കഴിയുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുത്തുക. പക്ഷേ ഒരു ആത്മഹത്യ നടന്നു കഴിയുമ്പം ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരില്ല. കാരണം വീട്ടുകാർ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒതുക്കി വെക്കാനേ ശ്രമിക്കത്തുള്ളൂ. അതുപോലെ കൊലപാതകമോ ആത്മഹത്യയോ നടക്കാത്ത എത്രയോ സ്ത്രീകൾ ഇപ്പോഴും നീറുന്ന വേദനയുമായിട്ട് ജീവിക്കുന്നവരുണ്ടാകും. നമുക്കറിയില്ല. അതാണ് ഈ പ്രശ്നം. നമ്മൾ എത്രയൊക്കെ കഥകൾ കേട്ടാലും, എത്രയൊക്കെ നമ്മൾ ബ്രില്യൻ്റ് ആണെന്ന് പറഞ്ഞാലും, നാളെയും ഇങ്ങനെയുള്ള ആതിരമാർ ജനിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ ജോൺസണെ പോലുള്ള ഈ വ്യക്തികൾ ഇങ്ങനെ വട്ടമിട്ട് പറഞ്ഞു. ഒരു ജോൺസൺ മാത്രമല്ല, അനേകം ജോൺസൺമാർ സോഷ്യൽ മീഡിയയിലൂടെ റീൽസിൻ്റെയും ഇൻസ്റ്റയുടെയൊക്കെ പേരിൽ ഇങ്ങനെ വട്ടമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയിലേക്കാണ് ഈ പാവം പിടിച്ച സ്ത്രീകൾ പെട്ടെന്ന് ചെന്നെത്തുന്നതും അവസാനം എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് അവർ മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. എല്ലാം കഴിഞ്ഞു പോകും. അതാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഇച്ചിരി കൂടെ ആക്റ്റീവാകും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇപ്പം പറയും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ നിലയിലേക്ക് മാറും. നാളെ പുതിയ ആതിരമാരുണ്ടാകും, പുതിയ ജോൺസൺമാരുണ്ടാകും. എന്ത് ചെയ്യാനല്ലേ, കാലം പോയ പോക്കെ. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.